Good morning, girls. Next, we can see management is a science or an art or a profession. Okay, so first one, management as a science. The question whether management is a science or an art evokes endless debates in management literature എന്നാണ് പറയുന്നത്. ജെറി പറഞ്ഞിരിക്കുന്നത് ജോർജ് ആർ ടെറീൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് ഇസ് ആൻ ആർട്ട് സ്ട്രഗ്ലിംഗ് ടു ബിക്കം എ സയൻസ്. സോ ഇറ്റ് ഇംപ്ലൈസ് സം കൈൻഡ് ഓഫ് സുപ്പീരിയോറിറ്റി അറ്റാച്ച് ടു സയൻസ്. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റിനെ നമുക്ക് പറയാം, അതായത് ദ പ്രസൻറ്റ് ഏജ് ഇസ് കോൾഡ് ദ ഏജ് ഓഫ് സയൻസ് ആസ് ഇറ്റ് എൻഫോൾസ് ഓൾമോസ്റ്റ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാൻ പോവാം മാനേജ്മെൻറ്റ് ആസ് സയൻസ്. നിങ്ങൾക്കറിയാം സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് ഇസ് എ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ബേസ്ഡ് ഓൺ പ്രോപ്പർ ഫൈൻഡിങ്സ് ആൻഡ് എക്സാക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇസ് കേപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ. അതായത് സയൻസിന് നമുക്ക് പറയാം ഇറ്റ് ഇസ് എ റിസർവോയർ ഓഫ് ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് and its finding apply safely in all the situations. മനസ്സിലായല്ലോ? അതായത് generalizations are made on the basis of empirical studies and so they may be applicable in future also. But any subject which is scientifically developed and consists of universally accepted principles is a science. So in order to be recognized as a science, a subject should have some characteristics. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ഒരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അതായത് ആ സബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കണം? ദാറ്റ് സബ്ജക്റ്റ് ഷുഡ് ഹാവ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഇൻക്ലൂഡിങ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. അതേപോലെ ഇറ്റ് ഷുഡ് ഹാവ് എ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കളക്ഷൻ ഓഫ് ഫാക്ട്സ്, അനാലിസിസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അതായത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ദെൻ അനദർ ഫീച്ചർ ഇസ് ഇറ്റ് ഷുഡ് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. And the last one is verification of validity and prediction of results possible. So it is well known that the management has a systematized body of knowledge pertaining to its field. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഡിസിപ്ലിൻ എംപ്ലോയ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് എൻക്വയറി ഫോർ ഗാദറിങ് ഡാറ്റ വി കോൾ ഇറ്റ് സയൻസ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് സയൻസ് എംപ്ലോയ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ ദ അറ്റൈൻമെൻറ്റ് ഓഫ് എംപിരിക്കൽ നോളജ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ മിയർ നോളജ് എന്ന് പറയുന്നത് എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് സയൻസ്. അതായത് ദ നോളജ് ഒബ്റ്റെയിൻഡ് മസ്റ്റ് ബി വെരിഫയബിൾ. അങ്ങനെയുള്ളൊരു നോളജ് നമ്മളതൊരു സയൻസായിട്ട് കണക്കാക്കുന്നുള്ളൂ. ആസ് മാനേജ്മെൻറ്റ് കനോട്ട് ഓൾവേസ് സാറ്റിസ്ഫൈ ഓൾ ദ കണ്ടീഷൻസ്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇറ്റ് കനോട്ട് ബി ആസ് കോംപ്രഹെൻസീവ് ആസ് ആക്യുറേറ്റ്, അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഓർ ആക്യുറേറ്റ് ആസ് ഫിസിക്കൽ സയൻസ് എന്നാണ് പറയുന്നത്. അതായത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പോലെ ഒരു പ്യുവർ സയൻസ് ആയിട്ട് മാനേജ്മെൻറ്റിനെ കാണാൻ പറ്റില്ല. കാരണം എന്താ? Management deals with human beings that are most unpredictable of all the species on the surface of earth. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഭാഗമായിട്ടാണ് മാനേജ്മെൻറ്റ് കൂട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് മനുഷ്യന്മാരായിട്ട്. ഓക്കെ, സോ ഹൗവർ വി ഹാവ് എന്താ പറയുക, we have made rapid strides on systemizing knowledge and generalizing certain truths in the realm of മാനേജ്. അപ്പം മാനേജ്മെൻറ്റിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബോഡി ഓഫ് സിസ്റ്റമാറ്റൈസ്ഡ് നോളജ് അക്യുമുലേറ്റഡ് ആൻഡ് ആക്സെപ്റ്റഡ് വിത്ത് റെഫറൻസ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജനറൽ ട്രൂത്ത്സ് കൺസേണിങ്
മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റിന് എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, പെർഫെക്റ്റ് സയൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ബാക്കിയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയൊന്നും. അതിൻ്റെ കാരണം അത്രേ പറയുന്നുള്ളൂ. ദ ഇൻഎക്സാക്ട്നെസ് ഓഫ് സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രിഡിക്റ്റ് ദിയർ ബിഹേവിയർ ആക്യുറേറ്റ്ലി. Since it is a social science, it falls in the area of social sciences. അപ്പോൾ എക്സാക്ട് സയൻസ് എന്ന് പറയാൻ പറ്റില്ല, സോഷ്യൽ സയൻസിൻ്റെ ഗണത്തിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ, ബട്ട് ഇറ്റ്സ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് മേ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് റിസൾട്ട്സ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. സോ മാനേജ്മെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് എ ബിഹേവിയറൽ സയൻസ് എന്ന് പറയാം. മാനേജ്മെൻറ്റ് ഇസ് എ ബിഹേവിയറൽ സയൻസ്. അതായത് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ആർ സിറ്റുവേഷൻ ബൗണ്ട്, because of which their applicability does not necessarily lead to the same results every time. That is why one of the famous management thinker, Ernest Dale, has called management a soft science. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു എക്സാക്ട് സയൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനെ സോഷ്യൽ സയൻസിൻ്റെയും ബിഹേവിയറൽ സയൻസിൻ്റെയൊക്കെ ഗണത്തിൽ നമുക്ക് പെടുത്താം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോണത് is management an art. അപ്പോൾ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഹാസ് മോർ ടു ഡു വിത്ത് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഇറ്റ് ഇസ് ബ്രിങ്ങിങ് അബൌട്ട് എ ഡിസയേർഡ് റിസൾട്ട്സ് ത്രൂ ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽ. അതായത് മാനേജ്മെൻറ്റ് ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് അബൌട്ട് എ ഡിസയേർഡ് റിസൾട്ട്സ് ത്രൂ ദി ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽ. അതായത് ഇറ്റ് ഇസ് കൺസേൺ വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. ഇഫ് എ സയൻസ് ഇസ് ലേൺഡ്, ദ ആർട്ട് ഇസ് പ്രാക്ടീസ്ഡ്. അറിയാലോ, ഇപ്പോൾ ഒരു ഡാൻസർ ആണെങ്കിൽ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ദസ് ആൻ ആർട്ട് ഹാസ് സം ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ആർട്ടിന് വേണ്ട ഇതെന്ന് വെച്ചാൽ, ഇറ്റ് ഡിനോട്ട്സ് പേഴ്സണൽ സ്കിൽ. വേണ്ടേ? എല്ലാവർക്കും ഡാൻസ് ചെയ്യാനുള്ളതുണ്ടോ? ആ ഒരു കഴിവുള്ളവർക്ക് ഇറ്റ് ഡിനോട്ട്സ് പേഴ്സണൽ സ്കിൽ. ഇറ്റ് സിഗ്നിഫൈസ് പ്രാക്ടിക്കൽ നോളജ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് കോൺക്രീറ്റ് റിസൾട്ട്സ്. Then another feature is it is creative in nature. മനസ്സിലായി? So every manager has to apply certain knowledge and skills while dealing with the people to achieve good results or desired results എന്നാണ് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് ആർട്സ് ആസ് ഇറ്റ് റിക്വയേഴ്സ് എ വാസ്റ്റ് നോളജ് ആൻഡ് സർട്ടൻ ഇന്നോവേറ്റിംഗ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് സ്കിൽസ് in relation to goals, techniques and results. അതായത് വെൽഡിങ് ആൻഡ് മോൾഡിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ അറ്റ് വർക്ക് ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് സർട്ടൻ ഗോൾസ് ഇൻ എ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും നമുക്ക് പറയുകയാണ് മാനേജ്മെൻറ്റിന് ഒരു ആർട്ട് എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, ആസ് ആൻ ആർട്ട് മാനേജ്മെൻറ്റ് കോൾസ് ഫോർ എ കോർപ്പസ് ഓഫ് എബിലിറ്റീസ്, skills and judgment and a continuous practice of management concept and principles. മനസ്സിലായി? അപ്പോൾ മാനേജ്മെൻറ്റിന് നമുക്ക് എന്ത് പറയാം? മാനേജ്മെൻറ്റ് ഇസ് എൻ ആർട്ട് ബിക്കോസ് ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ യൂസ് ഓഫ് നോ ഹൗ ആൻഡ് സ്കിൽസ്. അതേപോലെ ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് കോൺക്രീറ്റ് റിസൾട്ട്സ്. ലൈക്ക് എനി അതർ ആർട്ട്, management is creative in the sense that managing creates new situations needed for further improvement. Management is personalized, meaning thereby that there is no best management. Every manager has to apply his knowledge and skills to deal with various situations. മനസ്സിലായി? അപ്പോൾ ഒരു മാനേജർ ഇസ് എൻ ആർട്ടിസ്റ്റ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹീ അപ്ലൈസ് ദ നോളജ് ഗെയിൻ ഫ്രം ദ സ്റ്റഡി ഓഫ് സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ മാനേജിങ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. എ പേഴ്സൺ കനോട്ട് ബി കോൾഡ് എ മാനേജർ ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് ദ സ്കിൽസ് ടു അപ്ലൈ ദ നോളജ് ഓഫ് മാനേജ്മെൻറ്റ്. ദസ് മാനേജിങ് ഡസ് ഇൻവോൾവ് ദ യൂസ് ഓഫ് നോ ഹൗ ആൻഡ് സ്കിൽസ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് concrete results. അതേപോലെ ലൈക്ക് എനി ആർട്ട്, മാനേജ്മെൻറ്റ് ഇസ് ക്രിയേറ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് മാനേജേഴ്സ് ക്രിയേറ്റ് ന്യൂ സിറ്റുവേഷൻസ് നീഡഡ് ഫോർ ഫർദർ ഇംപ്രൂവ്മെൻറ്റ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? മാനേജേഴ്സ് മേക്ക് തിങ്സ് ഹാപ്പൻ.
അപ്പോൾ ഈ ഡെഫിനേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡിസ്കഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനേജ്മെൻറ്റ് ഇസ് ബോത്ത് എ സയൻസ് ആൻഡ് എൻ ആർട്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ മാനേജ്മെൻറ്റിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മാനേജ്മെൻറ്റ് ഇസ് ബോത്ത് എ സയൻസ് ആൻഡ് എൻ ആർട്ട്. അതായത് മാനേജ്മെൻറ്റ് കമ്പൈൻസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. അതായത് സയൻസ് പ്രൊവൈഡ്സ് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് എൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് വിച്ച് കണ്ടെയ്ൻസ് സർട്ടൻ യൂണിവേഴ്സൽ ട്രൂത്ത്സ്. But it is also called an art because managing requires certain skills which are the personal possession of the managers. ഓക്കെ, അപ്പോൾ സയൻസ് നമുക്ക് പറയാൻ പറ്റും, ഇപ്പോഴും ഈ ഡിബേറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാർട്ട് സയൻസ് ആൻഡ് പാർട്ട് ആർട്ട്. അതായത് മാനേജ്മെൻറ്റ് സയൻസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, വെറാസ് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് ഹാസ് മോർ ടു ഡു വിത്ത് ദ ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം നോളജ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് the deterministic and predictable capabilities of the manager. On the other hand, an art of management enhances the imaginative and creative powers of the manager. അതായത് മാനേജ്മെൻറ്റ് സയൻസിൽ പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ആണ്, മാനേജർ ചെയ്യേണ്ടയും ചെയ്യാതിരിക്കേണ്ടയും കാര്യങ്ങളാണ്. വെറാസ് ദ ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ദി ക്യാൻ ആൻഡ് കാൺസ്, എന്തൊക്കെ പറ്റും പറ്റില്ല എന്നുള്ളതാണ്, ഓക്കെ, ഓഫ് മാനേജിങ്. സോ ഹിയർ സയൻസ് ആൻഡ് ആർട്ട് ആർ കോംപ്ലിമെൻ്ററി ആൻഡ് interrelated. So thus we can conclude that management is a science and an art. Okay. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. അപ്പം പ്രൊഫഷൻ്റെ പ്രത്യേകത എന്താണ്? ലൈക്ക് ഇപ്പോൾ ലോയർ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രൊഫഷൻ എൻജോയ്സ് ഹൈ സ്റ്റാറ്റസ് ഇൻ എവറി സൊസൈറ്റി. ഇൻഡിവിജ്വൽസ് ഡിസയർ ടു ജോയിൻ എ പ്രൊഫഷൻ ലൈക്ക് മെഡിസിൻ, ടീച്ചിങ് ആൻഡ് ലോ. So there has been a growing trend towards professionalization of management, primarily because of the desire of business leaders for social status and recognition. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഇസ് മാനേജ്മെൻറ്റ് എ പ്രൊഫഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ബിക്കോസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 റീസൺസ്. എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ദർ ഇസ് നോ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഡെഫിനേഷൻ ഓഫ് ദ ടേം പ്രൊഫഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് നമുക്ക് പ്രൊഫഷനായി കാണണമെങ്കിൽ പ്രൊഫഷൻ ഒരു ഡെഫിനേഷൻ വേണ്ട, അതില്ല. ദ റോൾ ഓഫ് മാനേജേഴ്സ് ആർ എക്സ്ട്രീംലി ഡൈവേഴ്സ്. ഈ 2 കാരണത്താൽ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റുന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണോ എന്നുള്ളത്. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യും, മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ടു വിച്ച് എൻട്രി ഈസ് റെഗുലേറ്റഡ് ബൈ a representative body and which is duly recognized by the society. അതായത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതെന്താണെന്നാണ് പറയുന്നത്, സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് ടെക്നിക് നിർബന്ധമാണ് പ്രൊഫഷന്. അതേപോലെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ട്രെയിനിങ്, ഫോർമലൈസ്ഡ് മെത്തേഡ്സ് ഓഫ് എക്വയറിംഗ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസസ് നീഡഡ് ഫോർ എ പ്രൊഫഷൻ. ദെൻ റെപ്രസെൻറ്റേറ്റീവ് ഓർ പ്രൊഫഷണൽ ബോഡി, അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവും. പിന്നെ കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ സെൽഫ് റെഗുലേഷൻ, അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ്. മനസ്സിലാവും? അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ദീസ് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ പ്രൊഫഷൻ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈ ദ ടെസ്റ്റ് ഓഫ് എ പ്രൊഫഷൻ എന്നുള്ളതാണ്. അപ്പോൾ ദ ആപ്ലിക്കേഷൻ ഓഫ് ദി എബൌട്ട് ടെസ്റ്റ് ഓർ ക്രൈറ്റീരിയ ടു മാനേജ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ് ആണോ? ആണ്. ദർ എക്സിസ്റ്റ് എ റാപ്പിഡ് എക്സ്പാൻഡിങ് ബോഡി ഓഫ് നോളജ് അണ്ടർലൈങ് ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ്. സിൻസ് ദ ബിഗിനിങ് ഓഫ് ദിസ് സെഞ്ച്വറി many thinkers on management have contributed to the field of management. So now we have a systematized body of knowledge that can be used for the development of
managers. So management is widely taught in the universities and other educational institutes as a discipline. പിന്നെ നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, ഫോർമലൈസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അല്ലെങ്കിൽ ഫോർമലൈസ്ഡ് മെത്തേഡ്സ് ഓഫ് എക്വയറിങ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? MBAs may be preferred for managerial jobs, but MBA degree is not necessary to enter to this profession. Persons with degrees in psychology, engineering, etc. can also take up managerial job എന്നാണ് പറയുന്നത്. Thus, there is no standard qualification for managers. എല്ലാ മാനേജേഴ്സും MBA, ഇപ്പോൾ പിന്നെ MBAക്കാരെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്തത് കൊണ്ട് അധികം MBAക്കാരാണ് മാനേജ്മെൻറ്റ് ഫീൽഡിലുള്ളത് എന്നേ ഉള്ളൂ. Managerial skills can't be learned by trial and error method എന്നാണ് പറയുന്നത്. To be successful manager, it is essential to acquire management skills through formal education and training. Many institutes of management have been functioning in India and other countries which offer MBA and other courses in management. Okay. പിന്നെ ഒന്ന് പറയുന്നത് പ്രൊഫഷണൽ ബോഡിയാണ്. അതായത് ഫോർ ദ റെഗുലേഷൻ ഓഫ് എനി പ്രൊഫഷൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി ഇസ് എ മസ്റ്റ്. ഫോർ എക്സാമ്പിൾ ICAI. ICAI lays down the standard of education and training for those who want to enter the accounting profession. Some organizations such as IMA and All India Management Association have set up in India. But none of these has any authority to prescribe minimum qualifications for taking up managerial post or to regulate the behavior of managers. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ബോഡി നട്ടം പറയാനും പറ്റില്ല മാനേജ്മെൻറ്റിന്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് അനദർ ഫീച്ചർ ഇസ് കോഡ് ഓഫ് കോണ്ടക്റ്റ്. അതായത് എവറി പ്രൊഫഷൻ മസ്റ്റ് ഹാവ് എ കോഡ് ഓഫ് കോണ്ടക്റ്റ് വിച്ച് പ്രിസ്ക്രൈബ്സ് നോംസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. But there is no universally accepted code of conduct for practicing managers. അങ്ങനത്തെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് മാനേജേഴ്സിനില്ല. അതായത് ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഹാസ് പ്രിസ്ക്രൈബ്ഡ് എ കോഡ് ഫോർ മാനേജേഴ്സ്, ബട്ട് ഇറ്റ് ഹാസ് നോ റൈറ്റ് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് എനി മാനേജർ ഹൂ ഡസ് നോട്ട് ഫോളോ ദിസ് കോഡ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് മാനേജ്മെൻറ്റിലില്ല. ഒരു പ്രൊഫഷന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ്, അതില്ല. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സ്റ്റേറ്റസ് ആണ്. എല്ലാ പ്രൊഫഷനിലും ഇപ്പോൾ ഡോക്ടേഴ്സിനാണ്, അവർക്ക് ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പം മാനേജേഴ്സ് ഓഫ് ടുഡേ റെക്കഗ്നൈസ് ദെയർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് കസ്റ്റമേഴ്സ്, വർക്കേഴ്സ് ആൻഡ് ദിയർ ഗ്രൂപ്പ്സ്. Their actions are influenced by social norms and values. That is why managers enjoy a respectable position in the society, as is in the case with doctors, chartered accountants, etc. There is typically a positive correlation between manager's rank and his status within the organization. Okay, but this status tends to affect the manager's status outside the organization. Thus, community approves management as a profession. മനസ്സിലായല്ലോ? അപ്പം പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഇസ് സ്റ്റിൽ ഫാർ ഫ്രം കംപ്ലീറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് മീറ്റ്സ് ദി ക്രൈറ്റീരിയൻ ഓഫ് എ പ്രൊഫഷൻ ഓൺലി പാർഷ്യലി, സോ കാൺ ബി ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൊഫഷൻ. But it is moving towards professionalization because the field of management is supported by a well-defined body of knowledge that can be taught and learned. Management of modern organization requires competent application of management skills, techniques and skills. Thus, there is a great need of formal education and training in management. അതേപോലെ managers are aware of their social responsibilities towards various groups of the society. In their actions, they are guided by their social obligations rather than personal interest. Thus, management meets the criteria of knowledge, competent application, social responsibility and status. But it does not satisfy the criterion of self-control, as there is no central agency to establish and enforce a code of conduct for managers. Okay, അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. Management as an science, as an art,
ഇസ് മാനേജ്മെൻറ്റ് എ പ്രൊഫഷൻ എന്നുള്ളത്. നേരെ ഈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇസ് വെൽ ഡെവലപ്ഡ് ഇൻ ദ USA, UK ആൻഡ് അതർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ ദി വെസ്റ്റ്. ബട്ട് ഇൻ ഇന്ത്യ professional management has emerged recently, although on a very limited scale. Anyway, there is a greater appreciation of the need for professionalization of management, but professionalization should not be mistaken with one's casual familiarity with spreadsheets and strategies and meetings and budgets. What it means is the application of scientific principles of management best suited to the organizational needs. Okay, thank you.